മനുഷ്യരുടെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പള്ളിയെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്കോടി വരുന്നത് വിശുദ്ധവും പരിപാവനവും ദൈവികമായ ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ്. എന്നാൽ പോളണ്ടിലെ ഈ പള്ളി ഒരുപക്ഷേ ഇതുവരെ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. കാരണം ഈ പള്ളിയുടെ അൾത്താരയും ചുവരുകളും മറ്റും ഉണ്ടാക്കിയിട്ടുള്ളത് സിമന്റും മരവും കല്ലുമൊന്നും കൊണ്ടല്ല, മറിച്ച് മനുഷ്യരുടെ തലയോട്ടിയും അസ്ഥികളും കൊണ്ടാണ്. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് അസ്ഥികളും തലയോട്ടികളുമാണ് അവിടുത്തെ ചുവരുകളിലും തൂണുകളിലും പതിച്ചു വച്ചിരിക്കുന്നത്. ഒരു പള്ളിയിൽ നമ്മൾ ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത ഒന്നാണിത്. സ്കൾ ചാപ്പൽ എന്നറിയപ്പെടുന്ന ഈ പള്ളി പണിതത് തോമസ് എക്ക് എന്ന പുരോഹിതനാണ്. 1776-ൽ അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ പ്ലേഗ്, കോളറ പോലുള്ള പകർച്ചവ്യാധികൾ മൂലം മൃതദേഹങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പുരോഹിതൻ പള്ളി പണിയാൻ പദ്ധതിയിട്ടത്. തികച്ചും വ്യത്യസ്തമായിരിക്കണം തന്റെ പള്ളി എന്ന് നിശ്ചയിച്ച പുരോഹിതൻ അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. ചെക്ക് പുരോഹിതനും ശവകുഴിയെടുക്കുന്ന ടോമാസിക്കും ജെ ലാംഗറും ചേർന്ന് 1776 മുതൽ 1794 വരെ 18 വർഷമെടുത്തു ഈ അടക്കിയ ശവശരീരങ്ങൾ മുഴുവൻ പുറത്തെടുക്കാൻ. അങ്ങനെ 24,000-തോളം മനുഷ്യ അസ്ഥികൂടങ്ങൾ ശേഖരിക്കാനും വൃത്തിയാക്കാനും ക്രമീകരിക്കാനും അവർക്കായി. ഭൂരിഭാഗം അസ്ഥികൂടങ്ങളും പള്ളിയുടെ അടിയിൽ 16 അടി ആഴത്തിലുള്ള ഒരു നിലവറ ഉണ്ടാക്കാനായി നീക്കിവെച്ചപ്പോൾ ബാക്കിയുള്ളവ പ്രദർശിപ്പിച്ചു. 3000 ആളുകളുടെ തലയോട്ടികളും അസ്ഥികളും ഉപയോഗിച്ചാണ് ചുവരുകളും മറ്റും അലങ്കരിച്ചിട്ടുള്ളത്. തന്റെ കലാസൃഷ്ടിയിൽ അതീവ സന്തുഷ്ടനായ അദ്ദേഹം അതിനെ നിശബ്ദതയുടെ സങ്കേതം എന്ന് വിളിച്ചു. സെഡ്ലെക് ഒസ്സുറി എന്നും ഇതിന് പേരുണ്ട്. സ്കൾ ചാപ്പൽ, സെന്റ് ബർത്തലോമ ചാപ്പൽ എന്നൊക്കെ ഈ പള്ളി അറിയപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ ശവശരീരങ്ങൾ കണ്ടെത്താൻ ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല. 30 വർഷത്തെ യുദ്ധം, പിന്നാലെ വന്ന യുദ്ധം, കത്തോലിക്ക ഹുസൈറ്റ്, പ്രൊട്ടസ്റ്റന്റ് ചെക്ക് എന്നിവർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകൾ, പതിവായി നൂറുകണക്കിന് ആളുകളെ കൊന്ന കോള പോലുള്ള പകർച്ചവ്യാധികൾ എന്നിവ ആ പ്രദേശത്തെ ഒരു ശവപ്പറമ്പാക്കി മാറ്റിയിരുന്നു. പള്ളിയിലെ ഭൂഗർഭ അറയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അസ്ഥികൾ കൊണ്ട് തന്നെയാണ്. ദൈവത്തിന് കുർബാനർപ്പിക്കേണ്ട അൾത്താരയിൽ ടാറ്റാർ യോദ്ധാവിന്റെ തലയോട്ടിയും സിർമമേയരുടെയും ഭാര്യയുടെയും തലയോട്ടിയും സൂക്ഷിച്ചിരിക്കുന്നു. ഇതിനു പുറമെ ബുള്ളറ്റ് ദ്വാരങ്ങളുള്ള തലയോട്ടികൾ, സിഫിലിസ് മൂലം അഴുകിയ തലയോട്ടിയും ഒരു ഭീമന്റെ തലയോട്ടിയും, എന്തിനേറെ ഇത് പണിയാൻ മുൻകൈയെടുത്ത പുരോഹിതന്റെ തലയോട്ടിയും വരെ അതിലുണ്ട്. പുറമേ നിന്ന് മറ്റേതൊരു പള്ളി പോലെയും സാധാരണമാണ് ഈ പള്ളിയും. എന്നാൽ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് അസ്ഥി കൊണ്ട് അലങ്കരിച്ച ഒരു ലോകമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും ഇവിടെ വരുന്നത്.